നമ്മൾ നാളെ ഒന്നും മരിച്ചു പോവില്ല നമുക്കിങ്ങനെ തോന്നുന്നില്ലേ? ശരിക്കും നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് മരിച്ചുപോയ എത്രയോ ആളുകളുണ്ട്. അവർക്കൊന്നും ഇന്നലെ തോന്നിയിട്ടുണ്ടാവില്ല അവരിന്ന് മരിച്ചു പോകുന്നുള്ള റിയാലിറ്റി. നമ്മുടെ സമ്പാദ്യം, സ്റ്റേറ്റസ്, സൗന്ദര്യം, നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും കോൺഷ്യസ് ആയിരിക്കുക. പക്ഷെ നമ്മളെ പേരിൽ അവസാനം പോകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നായിരിക്കും. ഈ പ്രണയിക്കുന്ന ആളുകൾക്കിടയിലൊക്കെ ഒരു കോമൺ ഡയലോഗ് ഉണ്ട്, എടോ എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ പറ്റൂലടോ എന്നുള്ളത്. എന്നിട്ടോ അവസാനം നിസ്സഹായരായിട്ട് പച്ച മണ്ണിൽ തലവെച്ചിട്ട് പടച്ചോന്റെ മുന്നിൽ അഹങ്കാരമില്ലാത്തവരായിട്ട്, സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ പറ്റാത്തവളായിട്ട് നമ്മളൊക്കെ പോയി കിടക്കേണ്ട ഒരു ദിവസം വരും. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് പടച്ചോന്റെ അടുത്തേക്ക് കണ്ണ് നനച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് പടച്ചോൻ ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലേ ഖുർആനിൽ പറഞ്ഞത്, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, നിങ്ങൾക്ക് പുറത്തു തരാൻ അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മളങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ റബ്ബ് ചിലപ്പോൾ മലക്കുകളോടൊക്കെ പറയുന്നുണ്ടാവും, ആ മക്കൾ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു നിമിഷമെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ ആ മക്കൾക്ക് പുറത്തു കൊടുക്കുമായിരുന്നു എന്നുള്ളത്. പക്ഷെ നമ്മൾ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്കൊക്കെ മാറാൻ സമയമായിട്ടുണ്ട്. ഒരു മാറ്റം അനിവാര്യമാണ്. ഞാനീ പറയുന്നതൊക്കെ എന്നോടും നിങ്ങളോടൊക്കെ ആയിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകളായിരിക്കും. കാരണം നാളെ നമുക്ക് റബ്ബിൻ്റെ മുന്നിൽ എക്സ്ക്യൂസുകൾ പറയാനുണ്ടാവില്ല. അങ്ങനെ നമ്മൾ നാളെ ഒന്നും മരിച്ചു പോവില്ല നമുക്കിങ്ങനെ തോന്നുന്നില്ലേ? ശരിക്കും നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് മരിച്ചുപോയ എത്രയോ ആളുകളുണ്ട്. അവർക്കൊന്നും ഇന്നലെ തോന്നിയിട്ടുണ്ടാവില്ല അവരിന്ന് മരിച്ചു പോകുന്നുള്ള റിയാലിറ്റി. നമ്മുടെ സമ്പാദ്യം, സ്റ്റേറ്റസ്, സൗന്ദര്യം, നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും കോൺഷ്യസ് ആയിരിക്കുക. പക്ഷെ നമ്മളെ പേരിൽ അവസാനം പോകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നായിരിക്കും. ഈ പ്രണയിക്കുന്ന ആളുകൾക്കിടയിലൊക്കെ ഒരു കോമൺ ഡയലോഗ് ഉണ്ട്, എടോ എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ പറ്റൂലടോ എന്നുള്ളത്. എന്നിട്ടോ അവസാനം നിസ്സഹായരായിട്ട് പച്ച മണ്ണിൽ തലവെച്ചിട്ട് പടച്ചോന്റെ മുന്നിൽ അഹങ്കാരമില്ലാത്തവരായിട്ട്, സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ പറ്റാത്തവളായിട്ട് നമ്മളൊക്കെ പോയി കിടക്കേണ്ട ഒരു ദിവസം വരും. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് പടച്ചോന്റെ അടുത്തേക്ക് കണ്ണ് നനച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് പടച്ചോൻ ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലേ ഖുർആനിൽ പറഞ്ഞത്, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, നിങ്ങൾക്ക് പുറത്തു തരാൻ അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മളങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ റബ്ബ് ചിലപ്പോൾ മലക്കുകളോടൊക്കെ പറയുന്നുണ്ടാവും, ആ മക്കൾ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു നിമിഷമെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ ആ മക്കൾക്ക് പുറത്തു കൊടുക്കുമായിരുന്നു എന്നുള്ളത്. പക്ഷെ നമ്മൾ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്കൊക്കെ മാറാൻ സമയമായിട്ടുണ്ട്. ഒരു മാറ്റം അനിവാര്യമാണ്. ഞാനീ പറയുന്നതൊക്കെ എന്നോടും നിങ്ങളോടൊക്കെ ആയിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകളായിരിക്കും. കാരണം നാളെ നമുക്ക് റബ്ബിൻ്റെ മുന്നിൽ എക്സ്ക്യൂസുകൾ പറയാനുണ്ടാവില്ല.